ഹായ്, വെൽക്കം ബാക്ക് ടു ശിവദീക്ഷ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സോൾമേറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കുറേ ആയി ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഇതാണ്. അപ്പോൾ എൻ്റെ മെഷീനും അതിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ മെഷീൻ ഉഷാ ജനോം വണ്ടർ സ്റ്റിച്ചാണ്. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 3.5 വർഷമായി വാങ്ങിച്ച് ഇതുവരെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആവശ്യങ്ങളോ കേടാവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തയ്ക്കുന്ന മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരെയും ഒന്ന് കാണിക്കണം എന്ന് തോന്നി, അങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. മെഷീൻ്റെ ടേബിൾ നമ്മൾ തന്നെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങുമ്പോൾ അന്ന് 18,000 രൂപയോളമായിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഞാൻ EMI ആയിട്ട് തവണ വ്യവസ്ഥകളിലായിട്ട് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ടേബിള് നമുക്ക് അച്ചായി മരപ്പണിക്കാരനായതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടായില്ല. കാരണം നമ്മളിങ്ങനെ ഒരു ടേബിൾ വേണമെന്ന് പറഞ്ഞു, അപ്പോൾ നമുക്കത് സെറ്റാക്കി തന്നു. ഉള്ളിൽ കടന്നിരിക്കുന്ന രീതിയിൽ, പിന്നെ ഒരു ഡ്രോ വേണം, അതുപോലെ നമുക്ക് ഈസിലി മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാവണം, പിന്നെ എക്സ്റ്റൻഷൻ ടേബിൾ പോലെ ആവണം, അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് സ്ഥലപരിമിതി ഒരുപാടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിപ്പമുള്ള ടേബിൾ വേണമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞതിനേക്കാളൊക്കെ എന്താ പറയുക, നല്ല രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിക്കാം. പലതരത്തിലുള്ള സ്റ്റിച്ചസ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 21 ടൈപ്പ് സ്റ്റിച്ചസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പിന്നെ 5-6 ഫുട്ട് നമുക്ക് ഇതിൽ കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അക്സസറി, അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മെഷീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ല ടേബിളിനെ കുറിച്ചിട്ടാണെങ്കിൽ, ടേബിൾ എപ്പോഴും നമുക്ക് കൂടുതൽ തയ്ക്കുന്ന ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ടേബിളിനേക്കാളും നമുക്ക് നല്ലത് ഇങ്ങനൊരു ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ പറയിപ്പിച്ച് എടുക്കുന്നതാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല എലിശല്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ചെറിയൊരു പോർഷനൊക്കെ ഞാൻ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിനും എങ്ങനെയൊക്കെയോ സെറ്റാക്കി തന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് കുഞ്ഞും കൂടി വന്ന് അവനും